ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും വിവാഹം കഴിയുവാണ്. കഴിയുമ്പോഴേക്കും ഇവിടെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ അഞ്ജലി ഒരുക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ നടക്കില്ല കേട്ടോ. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതിയും അതുപോലെ തന്നെ പ്രീതിയും അവർ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. ആ സമയത്ത് പ്രീതിയെടുത്ത് അഞ്ജലി പറയുന്നുണ്ട്, പ്രസാദം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറയാണ്. ശ്രുതി വളരെ സന്തോഷത്തോടു കൂടി തന്നെ കൈ നീട്ടുവാണ്. പക്ഷേ പ്രീതി എല്ലാവർക്കും പ്രസാദം കൊടുക്കും, ശ്രുതിക്ക് മാത്രം കൊടുക്കില്ല കേട്ടോ. അത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ശേഷം പ്രീതിയുടെ അടുത്ത് നമ്മുടെ മനോരമ പറയുന്നുണ്ട്, അതെ ഒരു ചായ എടുത്തരാൻ മേഡത്തിന് പറ്റുമാവോ, ഒരു ചായ എടുത്ത് താടി എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും തൊട്ടു പിന്നാലെ ശ്രുതിയും വരുന്നുണ്ട്. ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുക കേട്ടോ. ആ സമയത്ത് പ്രീതി ഒന്നും തന്നെ മിണ്ടില്ല. അത് കണ്ടുകൊണ്ട് നമ്മുടെ മനോരമ അങ്ങോട്ടേക്ക് വരുവാണ്. അതെ കൊള്ളാലോ, രണ്ടുപേരും ഇവിടെ അടുക്കളയിൽ കയറിയിരിക്കുകയാണോ. ശ്രുതി, നിനക്കെന്താ ഇവിടെ അടുക്കളയിൽ കാര്യം, നിന്നെ ഇവിടെ ആരും മരുമകളായിട്ട് സ്വീകരിച്ചിട്ടൊന്നുമില്ല, പിന്നെ മുറപ്രകാരമൊന്നുമല്ലല്ലോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത്, അതുകൊണ്ട് ഈ അടുക്കളയിൽ കയറാനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല. ഈ അടുക്കളയിൽ വരെ കയറണമെങ്കിൽ കുറച്ച് യോഗ്യതയും കാര്യങ്ങളൊക്കെ വേണം. നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പിടിച്ച് തള്ളുവാട്ടോ അടുക്കളയിൽ നിന്ന്. അത് നമുക്ക് ശ്രുതിക്ക് വരാത്ത വിഷമം തോന്നുന്നു. പക്ഷേ ശ്രുതി ഒന്നും തന്നെ മിണ്ടില്ല, എല്ലാം കേട്ടിരിക്കുകയുള്ളൂ. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ അശ്വിൻ മുകളിൽ നിന്ന് നിലത്തേക്ക് വരുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ മനോരമയുടെ വർത്താനം കേൾക്കുമ്പോൾ. ശ്രുതി എത്രയൊക്കെ തെറ്റ് ചെയ്താലും അശ്വിനെ ശ്രുതിയുള്ള പ്രണയം അങ്ങനെ തന്നെയുണ്ട്. അതിൻ്റെ ശരിക്കുള്ള സീനാണ് ഈ സീൻ എന്ന് പറയുന്നത്. മനോരമ വഴക്ക് പറയുമ്പോഴേക്കും മനോരമയെ രണ്ട് പറയാൻ തന്നെ അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങി വരും കേട്ടോ. പക്ഷേ അപ്പോഴേക്കും മുത്തശ്ശി വരുന്നുണ്ട്. മനോരമ അടുത്ത് പറയുന്നുണ്ട്, പ്രീതിനെ പോലെ തന്നെ മരുമകളാണ്, ഇവിടുത്തെ മരുമകൾ തന്നെയാണ് ശ്രുതി, അതുകൊണ്ട് ശ്രുതിക്ക് അടുക്കളയിൽ കയറാനായിട്ട് നിൻ്റെ അനുവാദമൊന്നും വേണ്ടെന്ന് പറയാണ്. ശ്രുതി നീ അടുക്കളയിൽ കയറിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാവുന്നുണ്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീതിനെ അമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ ശ്രുതി അവിടെയൊക്കെ വരുമ്പോഴേക്കും പ്രീതി എടുത്ത് ചോദിക്കണം, അമ്മയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ പ്രീതി ഫോൺ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ശ്രുതി വളരെ സന്തോഷത്തോട് കൂടി തന്നെ അമ്മയുടെ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. ഹലോ അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ അമ്മ സങ്കടം വരുന്നിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ശ്രുതി റൂമിൽ പോയിട്ട് കരയാണ്. അപ്പോഴേക്കും അശ്വിൻ വരുമ്പോഴേക്കും ശ്രുതി പറയണ്ട, എല്ലാത്തിനും കാരണം നിങ്ങളാണ്, എന്നെ എല്ലാവരും വെറുത്തു, ഞാൻ വീണ്ടും അനാഥയായി, എൻ്റെ അമ്മ പോലും എന്നോട് സംസാരിക്കാൻ ഇപ്പോൾ കൂട്ടാക്കുന്നില്ല. ചേച്ചിയെടുത്ത് അമ്മ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് സംസാരിക്കാൻ കൊതിയായിട്ടുണ്ട്, ഞാൻ അമ്മയുടെ ഫോൺ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സംസാരം കേട്ടതും അമ്മ ഫോൺ കട്ട് ചെയ്തു, എല്ലാത്തിനും കാരണം നിങ്ങളാണ് എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, അതെ എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചത് നീയാണ്, എൻ്റെ ചേച്ചിക്ക് വേണ്ടി എടുക്കുന്ന റിവഞ്ചാണിത് എന്നൊക്കെ അശ്വിൻ പറയാണ്. ഒന്നും മനസ്സിലാവാതെ ശ്രുതി അങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ രാവിലെ ഒരു 2 ഗ്ലാസ് ചായ ആയിട്ട് അഞ്ജലി വരുന്നുണ്ട്. വാതിൽ മുട്ടുമ്പോൾ തന്നെ ശ്രുതിനെ പെട്ടെന്ന് തന്നെ ബാൽക്കണിയിൽ നിന്ന് വലിച്ചുകൊണ്ട് വരുവാണ് അശ്വിൻ. എന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു എന്ന രീതിയിൽ അഞ്ജലിയുടെ മുമ്പിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ ആരുമില്ലാത്ത സമയത്ത് ഭയങ്കര വഴക്കും അടിയും ബഹളമൊക്കെ തന്നെയാണ് കേട്ടോ. ശ്രുതി അങ്ങനെയൊന്നും ഒരുപാടൊന്നും പറയില്ല, പക്ഷേ അശ്വിൻ എപ്പോഴും ശ്രുതിനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മനോരമയ്ക്ക് ഒരു ഡൗട്ട് തോന്നുകയാണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വഴക്കുണ്ടോ എന്നൊക്കെ. അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടി സംസാരിക്കുന്ന സമയത്ത് മനോരമ ഒരു ഇങ്ങനെ, അതായത് ഇങ്ങനെ സൂക്ഷ്മദർശിനിയില്ല, അതായത് ലെൻസ് പോലെ, ആ ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ ദൂരെയുള്ള കാഴ്ചകൾ അടുത്ത് കാണുന്ന ആ ഒരു പിള്ളേർ കളിക്കുന്ന സംഭവമില്ലേ, ആ സംഭവം വെച്ചിട്ട് ഇങ്ങനെ നോക്കുവാട്ടോ ഇവർ സംസാരിക്കണത്. അവർ വഴക്ക് പിടിക്കുകയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അശ്വിൻ ആ സമയത്ത് ശ്രുതിയുടെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നാണ് അശ്വിൻ നോക്കുമ്പോഴേക്കും ദൂരെ നിന്നിട്ട് മനോരമ ഇങ്ങനെ ലെൻസ് വഴി ഇങ്ങനെ നോക്കുന്നത് കാണുന്നത്. അത് കാണുന്നത് അശ്വിൻ പെട്ടെന്ന് ശ്രുതിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം, അയ്യോ നീ നല്ല പെൺകുട്ടിയാണ്, എനിക്ക് നിന്നെ കിട്ടിയത് ഭാഗ്യമാണ്, എൻ്റെ പൊന്നാര ഭാര്യയാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് പുന്നാരിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കാണുമ്പോഴേക്കും മനോരമ അവിടെ നിന്ന് പോകുവാണ്. മനോരമ പോയി കഴിയുമ്പോഴേക്കും ശ്രുതിനെ പിടിച്ച് തള്ളുവാണ് അശ്വിൻ. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഇവർ വഴക്ക് പിടിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ അശ്വിൻ്റെ ഷർട്ട് ഇട്ടിട്ട് ഒരു ദിവസം ശ്രുതി വരും കേട്ടോ. അപ്പോൾ അശ്വിൻ ദേഷ്യപ്പെടുന്നത്, നീ എന്തിനാ എൻ്റെ ഷർട്ടൊക്കെ എടുത്ത് ഇട്ടേന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് മനോരമ ഇതുപോലെ തന്നെ ആ ലെൻസ് എടുത്തിട്ട് പിന്നെയും ഇവരുടെ വർത്താനവും ഇവരുടെ വഴക്കും കാണാൻ വേണ്ടി ഇങ്ങനെ വരും കേട്ടോ. അത് കാണുന്ന അശ്വിൻ വീണ്ടും ശ്രുതിനെ മനോരമ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ശ്രുതിനെ ഇങ്ങനെ പുന്നാരിപ്പിക്കുന്ന പോലെ കാണിക്കുകയാണ്. ആ വീട്ടിൽ ആര് വന്നാലും അശ്വിൻ അപ്പം തന്നെ ശ്രുതി അടുത്ത് ഭയങ്കര സ്നേഹമുള്ള പോലെ കാണിക്കും. പക്ഷേ ആരും ഇല്ലാത്ത സമയത്ത് ശ്രുതിനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഭാഗം ഉടനെ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും ആ മനോരമയുടെ മുമ്പിലാണെങ്കിലും അശ്വിൻ ഭയങ്കരമായിട്ട് ശ്രുതിനെ കെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നാൾ ഇവർ ഇങ്ങനെ തന്നെ ഇങ്ങനെ കഴിയും. അതിന് ശേഷം ഇവർ തമ്മിൽ ശരിക്കും സ്നേഹം, ഉള്ളിലുള്ള സ്നേഹം പുറത്ത് വരുന്നത് ഇവരുടെ ഹോളി നടക്കുന്ന സമയത്താണ്. ഹോളി നടക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി കുറച്ച് ഹോളിക്ക് അവർക്കൊരു ഒരു ഒരു ലായനി ഒരു സംഭവമുണ്ട്, അത് കുടിക്കുമ്പോൾ കുറച്ച് കിക്കാവും, അതായത് മദ്യപിച്ച പോലത്തെ ഒരു കിക്ക് വരും. അപ്പോൾ ശ്രുതി അത് 2-3 ഗ്ലാസ് കുടിക്കുമ്പോൾ അശ്വിൻ പറഞ്ഞിട്ട്, നീ ഇത് കുടിക്കല്ലേ, കുടിച്ചാൽ നീ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ നിങ്ങളാരാന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ശ്രുതി അത് എടുത്ത് കുടിക്കുകയാണ്. കുടിക്കുന്ന ശ്രുതി എല്ലാ കാര്യങ്ങളും അശ്വിനോട് തുറന്ന് പറയാണ്, ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന്
ആണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതായത് ശ്രുതി പ്രണയിച്ചത് അശ്വിനെയാണ് എന്നുള്ള സത്യം എല്ലാം ശ്രുതി ആ സമയത്താണ് പറയണത്. ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എപ്പോഴും എൻ്റെ നെഞ്ചിങ്ങനെ പിടയ്ക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എൻ്റെ നെഞ്ചിങ്ങനെ ഇടിക്കണത് എന്ന് അശ്വിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ശ്രുതിയുടെ നെഞ്ചിടിക്കണ ഒച്ച അശ്വിനെ പുറത്തുനിന്ന് കേൾക്കാൻ കേട്ടോ. അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളെ കണ്ട് മുട്ടിയപ്പോൾ മുതൽ എനിക്ക് ഇങ്ങനെ തന്നെയാണ്. എനിക്ക് അറിയില്ല അത് എന്തുകൊണ്ടിട്ടാണെന്ന്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പുരുഷനോട് എനിക്ക് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം ഇത് എന്തുകൊണ്ടാണ്, എന്താ കാരണം എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് പിടിച്ചതിന് ശേഷം അശ്വിൻ്റെ നെഞ്ചിലേക്ക് ശ്രുതിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ആ അശ്വിൻ്റെ നെഞ്ചിനെ പിടയ്ക്കണത് ശ്രുതിനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് അശ്വിൻ മീൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രുതിക്ക് നെഞ്ചെടുപ്പ് വരുന്നില്ലേ, സെയിം പോലെ തന്നെ അശ്വിനും വരുന്നുണ്ട്. അതാണ് ശ്രുതിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ സന്തോഷം തോന്നും കേട്ടോ. അശ്വിനെ പെട്ടെന്ന് തന്നെ ശ്രുതി കെട്ടിപ്പിടിക്കുകയാണ്. അന്ന് ആ ഹോളി സമയം മുതൽ അശ്വിനും ശ്രുതി ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാട്ടോ ജീവിക്കണത്. അതായത് അതായത് സ്നേഹത്തോടെയാണ് ജീവിക്കണം. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട് അശ്വിനോട് പിറ്റേ ദിവസം, അതെ നമ്മുടെ കല്യാണം കഴിഞ്ഞു, പക്ഷേ നമ്മൾ മുറപ്രകാരമല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണത്തിന് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഹൽദി ഉണ്ട്, മൈലാഞ്ചി ഉണ്ട്, മിന്നുകെട്ടുണ്ട്, ആദ്യരാത്രി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അശ്വിൻ പറഞ്ഞേ, നീ എന്താ പറഞ്ഞത്? അത് ഒന്നും പറഞ്ഞില്ല. അല്ല, നീ അവസാനം ഒരു സംഭവത്തിൻ്റെ പേര് പറഞ്ഞല്ലോ, അതെന്താ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, അതോ അത് ആദ്യരാത്രി. ആദ്യരാത്രി. നമുക്കെന്നാ ആദ്യരാത്രി ഇപ്പം നടത്തിയാലോ? ഏയ് അതൊന്നും പറ്റത്തില്ല എന്ന് ശ്രുതി പറയാണ്. അതെന്തുകൊണ്ട് പറ്റില്ല? അതിനെ ഒരുപാട് ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അവസാനം ആദ്യരാത്രി. ഓ അതൊന്നും കുഴപ്പമില്ലെന്നേ, വാ 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 നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആദ്യരാത്രി ഇപ്പം നോക്കാം എന്ന് പറയണം. അപ്പോൾ തന്നെ ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോകാട്ടോ. അശ്വിന് ചിരി വരുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ഒരുപാട് കൂട്ടാകുമ്പോഴേക്കും ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട്. അത് ശ്യാമാണ് കേട്ടോ. ശ്യാം ഇവർ കൂടുതൽ അടുക്കുമ്പോൾ ശ്യാമിന് ദേഷ്യമാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ അഞ്ജലിയുടെ, അതായത് കുഞ്ഞിനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്യാം ഇങ്ങനെ ശ്രമിക്കുന്നതും അതിൽ ശ്യാം വിജയിക്കുകയും ചെയ്യും. അഞ്ജലിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമൊക്കെ ഇരിക്കും ആ സമയത്ത്. ശേഷം ശ്രുതി എങ്ങനെയെങ്കിലുമൊക്കെ അഞ്ജലിയുടെ അടുത്ത് പറയണമല്ലോ ഇയാളൊരു ഫ്രോഡാണെന്ന്. പക്ഷെ ആര് പറഞ്ഞാലും അഞ്ജലി വിശ്വസിക്കില്ല. അപ്പോൾ നമ്മുടെ ശ്രുതി പറയേണ്ട അശ്വിനോട്, ഞാൻ പറഞ്ഞോളാം, ഞാൻ അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി വെച്ചെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും എനിക്കും കൂടി ഒരു ഡ്രാമ കളിക്കും. അതായത് ഒരു നാടകം പോലെ കളിക്കും അഞ്ജലിയുടെ മുമ്പിൽ. അതായത് അഞ്ജലിയുടെ ജീവിതം, ഇതുവരെയുള്ള ജീവിതം ശ്രുതിയും അതുപോലെ തന്നെ എനിക്കും കൂടി അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ശ്യാം ഒരു ഫ്രോഡാണെന്ന് അഞ്ജലി മനസ്സിലാക്കുന്നത് കേട്ടോ. ശരിക്കും അത് കാണുമ്പോൾ അഞ്ജലിയുടെ കണ്ണ് നിറയാണ്. കാരണം ആര് പറഞ്ഞാലും അഞ്ജലി വിശ്വസിക്കില്ല ശ്യാം ഫ്രോഡാണെന്ന്. പക്ഷെ ശ്രുതി ഇങ്ങനത്തെ ഒരു അഭിനയം കാഴ്ചവെച്ച്, അതായത് ശ്രുതിയും എനിക്കും കൂടി ഇങ്ങനത്തെ അഭിനയം കാഴ്ചവെച്ചപ്പോഴാണ് സത്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി, അതായത് അഞ്ജലിക്ക് മനസ്സിലായത്. പക്ഷെ അവരുടെ ഈ അഭിനയം കാണുമ്പോഴില്ലേ എല്ലാവരും കരയും കേട്ടോ. കാരണം എല്ലാവർക്കും അഞ്ജലിയുടെ ജീവിതം ശരിക്കും മുമ്പിൽ കാണുന്ന പോലെ തോന്നും. നല്ല നല്ല ഭാഗങ്ങളായിട്ട് ഇനി വരാൻ പോണത്, ഒരു രക്ഷയില്ല. എന്തായാലും അശ്വിനെ ശ്രുതിയും ഇപ്പോൾ കുറച്ച് ദേഷ്യത്തോടെ പെരുമാറുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിനുള്ളിൽ ഇപ്പോഴും പ്രണയമുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കണ്ണിൽ നോട്ടം, അതുപോലെ തന്നെ അശ്വിൻ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിനെ നോക്കലും ഒക്കെ തന്നെ ഇനിയും ഉണ്ടാവും കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞ് വന്ന പ്രൊമോ ബുധനാഴ്ച വരെയുള്ള പ്രൊമോ ആണ്. തിങ്കളും ചൊവ്വയും ബുധനാഴ്ച വരെയുള്ള പ്രൊമോ ആണ്. അവരുടെ കല്യാണം കഴിഞ്ഞ പ്രൊമോ ബുധനാഴ്ച ദിവസത്തെ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും കാണിക്കുന്നുണ്ടാവാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.